I don't think I have been so fearful of a 15-year-old kid in my life. എൻ്റെ ജീവിതത്തിൽ ഒരു 15 വയസ്സുള്ള കുട്ടിയെ ഇത്രയധികം പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ന്യൂസിലൻഡ് താരം കെയിൽ ജാമീസൺ രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരശേഷം പറഞ്ഞു തുടങ്ങുകയാണ്. വൈഭവ് സൂര്യവംശിക്കെതിരെ ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. അത് കൃത്യമായി കളത്തിൽ നടപ്പാക്കാനുമായി. വൈഭവിൻ്റെ വിക്കറ്റ് തുടക്കത്തിൽ തന്നെ വീണത് മത്സരത്തിൽ നിർണായകമായി. ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽ മത്സരത്തിന് മുമ്പേ ചർച്ചയായത് ഓസീസ് പേസർ മിച്ചൽ സ്റ്റാർക്ക് വേഴ്സസ് വൈഭവ് സൂര്യവംശി പോരായിരുന്നു. ജസ്പ്രീത് ബുംറയെയും ജോഷ് ഹേസൽവുഡിനെയും ഒക്കെ അടിച്ചു തകർത്ത 15-കാരൻ പയ്യൻ സ്റ്റാർക്കിനെ എങ്ങനെ നേരിടുമെന്നത് മറ്റൊരു കൗതുകമായിരുന്നു. സ്റ്റാർക്ക് ആദ്യ ഓവർ എറിയാനെത്തി. യശസ്വി ജയ്സ്വാളായിരുന്നു സ്ട്രൈക്കിൽ. 142 കിലോമീറ്റർ വേഗത്തിലെത്തിയ പന്ത് ജയ്സ്വാൾ സിക്സർ പറത്തി. അടുത്ത പന്ത് ഡോട്ട് ബോൾ. മൂന്നാം പന്തിൽ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് എടുത്ത് സ്റ്റാർക്കിൻ്റെ മറുപടി. ധ്രുജുറയിലെത്തി ശേഷിച്ച പന്ത് നേരിട്ടു. രണ്ടാം ഓവർ എറിയാനെത്തിയത് കെയിൽ ജാമീസൺ. ആദ്യ 2 പന്ത് ഡോട്ടാക്കിയ ശേഷം മൂന്നാം പന്തിൽ ജുറേൽ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് വൈഭവിന് കൈമാറി. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ജാമീസനെ ബൗണ്ടറി കടത്തി സൂര്യവംശി നയം വ്യക്തമാക്കി. ആരായാലും എന്തായാലും തനിക്ക് കണക്കാണെന്ന ഭാവത്തിൽ. എന്നാൽ തൊട്ടടുത്ത പന്തിൽ തന്നെ ജാമീസൺ സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്തു. ജാമീസന്റെ മികച്ചൊരു യോർക്കറിന് മുന്നിൽ സൂര്യവംശിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഓപ്പൺ സ്റ്റാൻസിലായിരുന്ന താരം കവറിലൊരു ഡ്രൈവിനാണ് ശ്രമിച്ചത്. എന്നാൽ നേരിയൊരു ഇൻസൈഡ് എഡ്ജിൽ വൈഭവ് കുടുങ്ങി. അലറി വിളിച്ചുകൊണ്ടാണ് ജാമീസൺ ആ വിക്കറ്റ് നേട്ടം ആഘോഷിച്ചത്. വൈഭവിൻ്റെ തൊട്ടടുത്തേക്ക് ഓടിച്ചെന്ന് രൂക്ഷമായി നോക്കി ഉച്ചത്തിൽ കൈയടിച്ചുകൊണ്ട് ജാമീസൺ പിന്നെയും ആഘോഷിച്ചുകൊണ്ടിരുന്നു. ഡൽഹി ഡഗ്ഔട്ടിലുണ്ടായിരുന്ന കരുൺ നായർ വരെ ആഹ്ലാദിക്കുന്ന ദൃശ്യങ്ങളും TV സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്നു. വൈഭവിൻ്റെ വിക്കറ്റ് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ആ മൊമെൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. 31 വയസ്സുണ്ട് ജാമീസന് പ്രായം. വൈഭവിനേക്കാൾ ഇരട്ടിയിലേറെ. പ്രായമല്ല, കഴിവാണ് പ്രധാനം, ഒരു തർക്കവുമില്ല. പക്ഷേ തന്നെക്കാൾ ഇരട്ടിയിലേറെ പ്രായം കുറഞ്ഞ ഒരു താരത്തിൻ്റെ വിക്കറ്റ് എടുത്ത ശേഷം ഈ വിധം എന്തുകൊണ്ടാവും ജാമീസൺ അഗ്രഷൻ കാണിച്ചത്? അത് മത്സരശേഷം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു 15 വയസ്സുള്ള കുട്ടിയെ ഇത്രയധികം പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിമ്പിൾ. വൈഭവ് എല്ലാവരുടെയും പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇനിയും അരങ്ങേറിയിട്ടില്ലാത്ത ഒരു താരത്തിൻ്റെ റേഞ്ച് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും അതിർവിട്ട ആഹ്ലാദ പ്രകടനത്തിന് ജാമീസന് ശിക്ഷ വന്നിട്ടുണ്ട്. IPL കോഡ് ഓഫ് കോണ്ടാക്ട് ലംഘിച്ചതിന് ഒരു ഡിമെറിറ്റ് പോയിന്റും മുന്നറിയിപ്പുമാണ് ശിക്ഷ. ആവർത്തിച്ചാൽ പിഴ ശിക്ഷയും വിലക്കും ഉൾപ്പെടെ വരും. ആർട്ടിക്കിൾ 2.5 കീഴിൽ വരുന്ന ലെവൽ 1 കുറ്റമാണ് ജാമീസിനെതിരെ വന്നത്. മറ്റൊരു താരത്തിനെതിരെ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ ഭാഷയോ ആക്ഷനോ ജസ്റ്ററോ ഉപയോഗിക്കുന്നതാണ് ലെവൽ 1 വരുന്ന കുറ്റം. അതേസമയം വൈഭവിൻ്റെ ടെക്നിക്കിനെ കുറിച്ച് മുൻ താരവും കമൻറ്റേറ്ററുമായ ഇയാൻ ബിഷപ്പിൻ്റെ വിലയിരുത്തൽ ശ്രദ്ധേയമാകുകയാണ് ഇപ്പോൾ. ബേസ്ബോൾ സ്വിംഗ് പോലെ തോന്നിക്കുന്നതാണ് വൈഭവിൻ്റെ ബാറ്റിങ്ങിൻ്റെ സ്വിംഗ് എന്ന് അദ്ദേഹം പറയുന്നു. സാങ്കേതികമായി വൈഭവിൻ്റെ ബാറ്റിംഗ് ശൈലി ഏറെ സവിശേഷതയുള്ളതാണ്. പന്തിൻ്റെ ഗതിക്കനുസരിച്ച് ബാറ്റ് വീശുന്നതിനേക്കാൾ ബേസ്ബോളിലെ ഹിറ്ററുടേതിന് സമാനമായ സ്ട്രോക്ക് പ്ലേയാണ് വൈഭവിനെ വേറിട്ട് നിർത്തുന്നത്. ഈ പ്രത്യേകത കാരണം പന്തിൻ്റെ വേഗതയെയും ബൗൺസിനെയും ഫലപ്രദമായി നേരിടാൻ വൈഭവിന് സാധിക്കുന്നു. അതാണ് വൈഭവിൻ്റെ ബാറ്റിൽ പന്ത് തൊടുമ്പോൾ തന്നെ അത് അതിർത്തിക്കപ്പുറത്തേക്ക് പോകുന്നത്. ജസ്പ്രീത് ബുംറയെ പോലൊരു ലോകോത്തര ബൗളറെ നേരിടുമ്പോൾ സാധാരണയായി ബാറ്റർമാർ സമ്മർദ്ദത്തിലാകാറുണ്ട്. എന്നാൽ ബുംറയ്ക്കെതിരെ വൈഭവ് പുലർത്തിയ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഏറ്റവും മികച്ചത്. താരങ്ങളെയല്ല, പന്തിനെയാണ് നോക്കാറുള്ളതെന്ന വൈഭവിൻ്റെ മനോഭാവം ലോകത്തെ ഏത് ബൗളറുടെയും ഉറക്കം കെടുത്താൻ പോകുന്നതാണ്. ഈ ചെറിയ പ്രായത്തിൽ ഇത്രമാത്രം പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു താരത്തിൻ്റെ വിക്കറ്റ് എടുത്ത് ആഘോഷിച്ച ജാമീസനെ കുറ്റം പറയാനൊന്നുമില്ല. അപ്പുറത്തുള്ളത് 15-കാരനാണോ 30-കാരനാണോ എന്നൊന്നും നോക്കേണ്ട കാര്യം ജാമീസനില്ല. വിക്കറ്റ് എടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. രാജസ്ഥാൻ്റെ ഏറ്റവും നിർണായകമായ വിക്കറ്റ് തന്നെ നേടി ആ ജോലി അയാൾ ഭംഗിയാക്കി. പക്ഷെ ജാമീസന് പ്രഫുൽ ഹിൻഗയുടെ അവസ്ഥ വരില്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓർമ്മയില്ലേ, സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ രാജസ്ഥാനും ഹൈദരാബാദും ഏറ്റുമുട്ടിയത്? അന്ന് ആദ്യ പന്തിൽ തന്നെ വൈഭവിൻ്റെ വിക്കറ്റ് എടുത്ത് പ്രഫുൽ താരമായി. വൈഭവിനെ പുറത്താക്കുമെന്ന് കൂട്ടുകാരോട് പറഞ്ഞിരുന്നുവെന്ന് മത്സരശേഷം ഹിൻഗെ വെളിപ്പെടുത്തുകയും ചെയ്തു. രണ്ടാം പാദ മത്സരത്തിനായി ജയ്പൂരിലെത്തിയ ഹിൻഗയുടെ ആദ്യ ഓവറിൽ വൈഭവ് അടിച്ചത് 4 സിക്സറുകളാണ്. തുടരെ 4 സിക്സറുകൾ. IPLലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ആദ്യ ഓവറിൽ 3 വിക്കറ്റ് എടുക്കുന്ന താരമെന്ന റെക്കോർഡും കയ്യിലേന്തി വന്ന ഹിൻഗയ്ക്ക് വൈഭവ് അന്ന് കൊടുത്തത് നാണക്കേടിൻ്റെ റെക്കോർഡായിരുന്നു. IPLൻ്റെ ചരിത്രത്തിലെ ആദ്യ ഓവറിൽ 4 സിക്സർ വഴങ്ങുന്ന താരമെന്ന ചീത്തപ്പേര്. ഇതാ പറയുന്നത് വൈഭവിനോട് കളിക്കാൻ നിൽക്കരുതെന്ന്. ഈ മാസം 17-ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ്
ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് രണ്ടാം പാദ മത്സരം. അന്നും ജാമീസണും വൈഭവും നേർക്കുനേർ വരും. അയ്യപ്പനും കോശിയും സിനിമയിൽ പറയും പോലെ, കണ്ടറിയണം ജാമീസ നിനക്കെന്ത് സംഭവിക്കുമെന്ന്.